ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. പോക്കോയിൽ നിന്ന് ഇനി വരാൻ പോകുന്നൊരു ഡിവൈസാണ് പോക്കോ X4 Pro 5G എന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസൈനും ഇമേജസും അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റും പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും പോക്കോ X4 Pro 5G എന്ന ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യം എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് തന്നെ നമുക്ക് പറയാം. ഈ വരുന്ന ഫെബ്രുവരി 28-നാണ് പോക്കോ X4 Pro 5G എന്ന ഡിവൈസ് ലോഞ്ച് ചെയ്യുന്നത്. ലോഞ്ച് ഡേറ്റ് കൺഫേം ചെയ്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമേജസിൽ നിന്ന് കാണാൻ സാധിക്കും. എന്തായാലും പോക്കോ എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുമ്പോൾ മോസ്റ്റ്ലി റീബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകളാണ് ഈ ഒരു കമ്പനി പുറത്തിറക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മിയുടെ നോട്ട് 11 Pro 5G എന്ന ഗ്ലോബൽ വേരിയൻറ്റ് സ്മാർട്ട് ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വേർഷൻ കൂടിയാണ് പോക്കോ X4 Pro 5G എന്ന ഡിവൈസ്. എന്തായാലും സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. 6.67 ഇഞ്ച് ഫുൾ HD+ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം HDR10+ൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. സെൻട്രൽ പഞ്ച് ഹോൾ കട്ടാണ് ഡിവൈസിന് കൊടുത്തിട്ടുള്ളത്. ഒപ്പം IP53 റേറ്റിംഗും ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. നോട്ട് 11 Pro 5G എന്ന ഡിവൈസ് ഒരു ബോക്സി ഡിസൈനിലാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഡിവൈസിനും നൽകിയിട്ടുള്ളത്. ഇനി പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് സ്നാപ്ഡ്രാഗൺ 695 ആണ് ഡിവൈസിൽ വരുന്ന ചിപ്സെറ്റ്. 5G കേപ്പബിൾ ആണ്. അഡ്രീനോ 619 ആണ് GPU. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്തിട്ടുള്ള MIUI 13 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന യൂസർ ഇൻ്റർഫേസ്. ഈ ഒരു സ്മാർട്ട് ഫോൺ എന്തായാലും 6GB 8GB എന്നീ റാം വേരിയൻസിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇൻറ്റേർണൽ സ്റ്റോറേജ് 120GB 256GB ഒക്കെ അവൈലബിൾ ആയിരിക്കും. UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഇനി ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിക്ചേഴ്സിൽ നിന്ന് കാണാൻ സാധിക്കും. ക്യാമറ മോഡ്യൂൾ നമ്മുടെ നോട്ട് 11 Pro 5G എന്ന ഡിവൈസിൻ്റെ ആ ഒരു സെയിം ക്യാമറ മോഡ്യൂൾ തന്നെയാണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ. പ്രൈമറി സെൻസർ 108 MP ആണ്. സെക്കൻഡറി 8 MP അൾട്രാ വൈഡ് ലെൻസും ആൻഡ് മൂന്നാമതായി ഒരു 2 MP മാക്രോ ലെൻസുമാണ് വരുന്നത്. ഫ്രണ്ടിൽ 20 MP സെൽഫി ക്യാമറയാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ബാറ്ററി ചാർജിങ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ്. 67 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഡിവൈസിൽ വരുന്നത്. ഏകദേശം ഒരു 40 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഒരു ഡിവൈസ് ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഡിവൈസിൽ വരുന്നത്. ഒപ്പം ഹെഡ്ഫോൺ ജാക്കും ഈ ഒരു ഡിവൈസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് പോക്കോയുടെ X4 Pro 5G എന്ന ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻസ്. 3 ഡിഫറെൻറ്റ് കളർ വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്: യെല്ലോ, ബ്ലൂ ആൻഡ് ബ്ലാക്ക്. എന്തായാലും സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഫെബ്രുവരി 28-നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 350 euros ആണ്. ഏകദേശം 30,000 രൂപയ്ക്ക് താഴെയായിരിക്കും ആ ഒരു യൂറോ പ്രൈസ് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഡിവൈസ് ലോഞ്ച് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.